കേരളം വികസിച്ചിട്ടില്ല. പക്ഷെ ഇനി നമുക്ക് വികസിത കേരളവും ഇവിടെ കൊണ്ടുവരണം. പട്ടിണിയില്ല, ഇല്ല. പണ്ടായിരുന്നു മോനെ പട്ടിണിയൊക്കെ. 45,000 ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ലൈഫ് മിഷൻ വഴി 5 ലക്ഷം വീടുകൾ, ഏറ്റവും ഉയർന്ന സ്ത്രീ സാക്ഷരത, അടച്ചുപൂട്ടാതെ ലാഭത്തിലോടുന്ന എയർപോർട്ടുകൾ, 90,562 കോടി രൂപയുടെ കിഫ്ബി പദ്ധതികൾ, വയനാട് ദുരന്തത്തിൽ നിന്ന് ആളുകൾക്ക് കൈത്താങ്ങായത്. ഇതൊക്കെ പിന്നെ വികസനമല്ലാതെ എന്താണ്? പുലവഴിപ്പിക്കാൻ വെച്ചതാണോ? ഞങ്ങളുടെ ടാക്സ് കൊണ്ട് ഞങ്ങളുടെ സർക്കാർ ഞങ്ങൾക്ക് തന്നതാണ്. നോട്ട് ദി പോയിന്റ്. കേരള സർക്കാർ അല്ലാതെ കേന്ദ്രമല്ല. പിന്നെ മോദിയുടെ വികസന മാതൃകയോ BJPയുടെ ഉദാഹരണങ്ങളോ വല്ലതുമായി ഉദ്ദേശിക്കുന്നത് ഇത് വല്ലതും ആണോ? आपका घर में शौचालय है? कहाँ शौचालय? शौचालय रहते हैं तो रोड पर गंदगी रहते हैं. ടീച്ചർ कहाँ है? അംഗനവാടി ടീച്ചർ. ഒരു എരുമേനെ കെട്ടിവെച്ചിട്ടുണ്ട്. ഇത് അംഗനവാടിയാണ്. വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ താമസിക്കുന്ന ഗ്രാമമാണിത്. ഈ ഗ്രാമത്തിലെ മനുഷ്യർ പറയുന്നു, ഞങ്ങൾ കാട്ടിൽ പോയി വിറകെടുത്താണ് ജീവിക്കുന്നത്, അതിന് പോലും വേണ്ട പണം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പിന്നെ എവിടെയാണ് വികസനം? അതെ, എവിടെയാണ് വികസനം? മൂക്ക് പൊത്താതെ നടക്കാൻ പറ്റാത്ത നഗരങ്ങളും, മൂക്കിടിച്ചു വീഴാൻ പാകത്തിനുള്ള പാലങ്ങളും, പതഞ്ഞു പൊന്തുന്ന പുഴകളും, മരിക്കാൻ പാകത്തിന് ഞങ്ങളുടെ കുട്ടികളും ഞങ്ങൾക്ക് വേണ്ട. നമ്മുടെ ഹൈവേ റോഡുകൾ, മെട്രോ, മികച്ച ഗതാഗതം, മികച്ച വിദ്യാഭ്യാസം, ഇതൊക്കെ ആരാണ് നമുക്ക് തന്നത്? നമ്മുടെ കേന്ദ്ര സർക്കാരാണ്. പിന്നെ വികസനത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ നേതാക്കൾ തന്നെ പറയുന്നു കേരളം മാതൃകയാണെന്ന്. അപ്പൊ കള്ളം പറഞ്ഞത് നിങ്ങളുടെ നേതാക്കളോ അതോ നിങ്ങളോ?